ഇന്ന നടൻ്റെ കേസിൽ കള്ള അഫിഡാവിറ്റ് ഫയൽ ചെയ്തു. ഇതാണ് വാർത്ത വരുന്നത്. ഞാൻ അങ്ങനെ ഒരു അഫിഡാവിറ്റ് ആരുടെയും ഫയൽ ചെയ്തിട്ടില്ല, സത്യവാങ്മൂലം കോടതിയിൽ കൊടുത്തിട്ടില്ല. കോടതിയിൽ അങ്ങനെ ഒരു സത്യവാങ്മൂലമില്ല. ആകെ ചെയ്തത് അപ്പുറത്ത് നിൽക്കുന്ന ആൾ അവരുടെ സ്വന്തം മെയിലിൽ നിന്നും ഞങ്ങളുടെ ഒഫീഷ്യൽ മെയിലിലേക്ക് അയച്ച മെയില് നാട്ടിൽ വരുമ്പോൾ തീർക്കുമെന്ന് പറയുന്ന, അവരും ചിലപ്പോൾ നല്ല രീതിയിൽ തന്നെയായിരിക്കും ചിന്തിച്ചാണ്. എനിക്ക് അവരെയും ഞാൻ ബഹുമാനത്തോടുകൂടി കാണുന്നത്. സ്റ്റേ വെക്കേറ്റ് ചെയ്യപ്പെട്ടു, ഒറ്റ സബ്മിഷനില്ല, വലിയ വാർത്തയായി. അപ്പോൾ കള്ള സത്യവാങ്മൂലം കൊടുത്തു എന്നുള്ളതാണ് അപ്പോൾ വരുന്നത്. അതിൻ്റെ കോൺസിക്വൻസ് ആലോചിച്ചു. കേട്ട പാതി കേൾക്കാത്ത പാതി എല്ലാവരും കരിയുടെ വേ ഉണ്ടാവും. കോടതി അന്ന് സ്റ്റേയും വെക്കേറ്റ് ചെയ്തു. ഞാൻ കോടതിയിൽ വന്ന് ആർഗ്യൂ ചെയ്തു. ഐ എക്സ്പ്ലെയിൻഡ് എവറിത്തിങ്. ബട്ട് കോർട്ട് പറഞ്ഞു, ഇത് നിങ്ങളുടെ സെറ്റിൽമെൻറ്റ് ഇപ്പോൾ അഡ്മിറ്റഡ്ലി വിഡ്രോ ചെയ്യപ്പെട്ടതുകൊണ്ട് കേസ് ഡിസ്മിസ് ചെയ്തു. അവിടെ തീർന്നില്ല കഥ. മാധ്യമങ്ങളും അവിടെ നിർത്തി. അടുത്തതാണ് കഥ. അതേ കോടതിയിൽ ഈ കേസ് തീർപ്പാക്കിയെന്ന് പറഞ്ഞ സത്യവാങ്മൂലവും ഫയൽ ചെയ്ത് വീണ്ടും കേസ് വന്നു. ഞാൻ തന്നെ ഫയൽ ചെയ്ത് തള്ളിയ കോടതിയിൽ. ആ കോടതി അത് സ്റ്റേ ചെയ്തു. ഒരിക്കൽ തള്ളിയ കേസാണ്. അവിടെയാണ് സത്യം മനസ്സിലാക്കുന്നത്. അതിനുശേഷം അത് കോഷ് ചെയ്യപ്പെട്ടു. ഞാൻ തന്നെ അപ്പിയർ ചെയ്ത്. അത് കക്ഷി പറഞ്ഞു. അപ്പോൾ എന്നെ മാറ്റണം എന്ന് പലരും കക്ഷിയെ ഉപദേശിച്ചു. അവിടെയാണ് ഞാൻ പറയുന്നത്, നമ്മൾക്ക് ജീവിക്കാൻ കുറച്ച് പേരുടെ കോൺഫിഡൻസ് മതി. നമ്മൾ കടന്നു പോയാലും നമ്മുടെ ജീവിതത്തോട് അടുത്ത് നിൽക്കുന്നവർ, നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നവരെ കാത്തു സൂക്ഷിക്കുമെങ്കിൽ അതിനപ്പുറത്ത് എന്താ നമുക്ക് വേണ്ടത്? അതിനപ്പുറത്ത് ഒന്നും വേണ്ട.